എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ്. മൈക്രോ സ്ട്രാറ്റജി വാങ്ങാനുള്ള അവസാനത്തെ അവസരം. ബിലോ $400 ഈ ഒരു പ്രൈസിൽ വാങ്ങാനുള്ള അവസാനത്തെ അവസരം. വിത്തിൻ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. വരുന്ന ദിവസങ്ങളിൽ മൈക്രോ സ്ട്രാറ്റജിയുടെ പ്രൈസ് വളരെ അഗ്രസീവായിട്ട് മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ബിറ്റ്കോയിൻ വാങ്ങാനുള്ള $90,000 താഴെ ബിറ്റ്കോയിൻ വാങ്ങാനുള്ള അവസാനത്തെ അവസരമാണ് എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്ത വീഡിയോ കഴിഞ്ഞതിന് ശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ ഏകദേശം $95,000 മുകളിലാണ്. സോ വരുന്ന ദിവസങ്ങളിൽ മൈക്രോ സ്ട്രാറ്റജി മുന്നേ എങ്ങനെയാണോ മുകളിലോട്ട് പോയത് അതേപോലെ മേ ബി ഒരു 5 ടൈംസ് ഒക്കെ മുകളിലോട്ട് പോകാനുള്ള അടുത്തൊരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ സ്ട്രാറ്റജി ഓരോ തവണ മുകളിലോട്ട് പോകുമ്പോഴും അത് മുന്നേ എങ്ങനെയാണോ മുകളിലോട്ട് പോയത് അതിനേക്കാളും വലിയ രീതിയിൽ അഗ്രസീവായിട്ടാണ് മുകളിലോട്ട് പോകുന്നത് അല്ല. സോ കഴിഞ്ഞ ഒരു 2024 ജനുവരി മാർച്ച് ആ ഒരു പീരീഡിൽ 350% മുകളിലോട്ട് പോയപ്പോൾ, അതായത് ബിറ്റ്കോയിൻ ഒരു 90% മുകളിലോട്ട് പോയപ്പോൾ മൈക്രോ സ്ട്രാറ്റജി ഒരു 350% മുകളിലോട്ട് പോയത്. അതേപോലെ തന്നെ ഒരു ഓഗസ്റ്റ് മുതൽക്ക് നവംബർ 2024 മൈക്രോ സ്ട്രാറ്റജി ഏകദേശം 430% മുകളിലോട്ട് പോയത്. അതേസമയം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം 120% മുകളിലോട്ട് പോയത്. സോ ഇതേപോലെ തന്നെ മൈക്രോ സ്ട്രാറ്റജിയുടെ പ്രൈസ് ഈ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഈ ഒരു 230 എന്നുള്ള ഈ ഒരു ലോ പ്രൈസിൽ നിന്നും വളരെ വൈകാതെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 500% എങ്കിലും മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. മൈക്രോ സ്ട്രാറ്റജിയുടെ പ്രൈസ് മുകളിലോട്ട് പോകും എന്ന് പറയുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള 2 കാരണങ്ങൾ. അതിൽ ഒന്നാമത്തെ കാരണം നമ്മൾ എപ്പോഴും കഴിഞ്ഞ കുറേ ആഴ്ചയായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. മൈക്രോ സ്ട്രാറ്റജിയുടെ ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു 21 ബില്യൺ അറ്റ് ദ മണി ഓഫറിങ്, ഈ കോമൺ സ്റ്റോക്ക് സെല്ലിങ് പ്രോഗ്രാം അവരുടെ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ആഴ്ച $1.53 ബില്യൺ ആയിരുന്നു പെൻഡിങ് ഉണ്ടായിരുന്നത്. സോ ഈ ഒരു മൺഡേ മുതൽക്ക് ഇന്ന് ഫ്രൈഡേ വരെയുള്ള ഈ ഒരു സ്റ്റോക്ക് സെല്ലിങ് കാര്യങ്ങൾ മാക്സിമം അറ്റ്ലീസ്റ്റ് ഒരു $700 മില്യൺ എങ്കിലും സെല്ല് ചെയ്തിട്ടുണ്ടാവും. സോ ഇനി അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് തന്നെ മാക്സിമം അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് തന്നെ ഈ ഒരു $1.53 ബില്യൺ കംപ്ലീറ്റ് ആയിട്ട് എക്സോസ്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മൈക്രോ സ്ട്രാറ്റജിയിൽ വലിയൊരു സെല്ലിംഗ് പ്രഷർ ഇല്ല, ബൈയിങ് പ്രഷറാണ് ഉള്ളത്. അത് മാത്രം മതി മൈക്രോ സ്ട്രാറ്റജിയുടെ പ്രൈസ്, ബിറ്റ്കോയിൻ്റെ പ്രൈസ് ചെറിയ രീതിയിൽ മുകളിലോട്ട് പോയാലും വലിയ രീതിയിൽ മുകളിലോട്ട് പോകാനും. സോ കഴിഞ്ഞ സെപ്റ്റംബർ നവംബർ മാസത്തിൽ എങ്ങനെയാണോ മൈക്രോ സ്ട്രാറ്റജി മുകളിലോട്ട് പോയത് അതേപോലെ അടുത്തൊരു 2-3 മാസം മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതേപോലെ തന്നെ വേറൊരു റീസൺ എന്ന് പറയുന്നത് 2020 ഓഗസ്റ്റിൽ മൈക്രോ സ്ട്രാറ്റജി ആദ്യമായിട്ട് ബിറ്റ്കോയിൻ വാങ്ങിയ സമയത്ത് മൈക്രോ സ്ട്രാറ്റജി മാത്രമായിരുന്നു ബിറ്റ്കോയിൻ വാങ്ങുന്ന ഒരു കമ്പനി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ 93 കമ്പനികൾ, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ബിറ്റ്കോയിൻ വാങ്ങുന്നുണ്ട്. അതും ഓരോ ദിവസം കൂടുന്തോറും അത് കൂടി വരികയാണ്. സോ ഇന്നലെ മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാൻഡർ ഫിറ്റ്സ്ജെറാൽഡും സോഫ്റ്റ് ബാങ്കും USDT ഇഷ്യൂ ചെയ്യുന്ന ടെത്തറും ഈ 3 വലിയ കമ്പനികൾ കൂടി ചേർന്നിട്ട് 21 ക്യാപിറ്റൽ എന്നുള്ള ഒരു കമ്പനി ഫോം ചെയ്തിട്ടുണ്ട്. അതായത് മൈക്രോ സ്ട്രാറ്റജി ചെയ്യുന്ന അതേ കാര്യം റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല അവർ സ്റ്റാർട്ടിങ് തന്നെ 42,000 ബിറ്റ്കോയിൻ ആണ് വാങ്ങിയിരിക്കുന്നത്. ഏകദേശം $3 ബില്യൺ വർത്ത് ഓഫ് ബിറ്റ്കോയിൻ. സോ കാൻഡർ ഫിറ്റ്സ്ജെറാൽഡ് എന്ന് പറയുന്നത് എത്രമാത്രം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അതായത് ഹൊവാർഡ് ലുട്നിക് എന്ന് പറയുന്നത് ട്രംപിൻ്റെ കൊമേഴ്സ് സെക്രട്ടറിയാണ്. ഇപ്പോൾ നിലവിലുള്ള കൊമേഴ്സ് സെക്രട്ടറിയാണ് ഹൊവാർഡ് ലുട്നിക്. പുള്ളിയുടെ മകനാണ് കാൻഡർ ഫിറ്റ്സ്ജെറാൽഡിൻ്റെ CEO എന്ന് പറയുന്നത്. സോ സോഫ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു മേജർ ബാങ്കാണ്. സോ മൈക്രോ സ്ട്രാറ്റജി ഫണ്ട് റേസ് ചെയ്യുന്ന അതേപോലെ ലാർജ് സ്കെയിലിൽ ഫണ്ട് റേസ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കും 21 ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള കമ്പനികൾ കൂടുതൽ ബിറ്റ്കോയിൻ അഡോപ്റ്റ് ചെയ്യും തോറും അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് മൈക്രോ സ്ട്രാറ്റജിക്കാണ്, ബിറ്റ്കോയിനാണ്. കാരണം ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ ബിറ്റ്കോയിൻ വാങ്ങുമ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കലി മുകളിലോട്ട് പോകും. ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത് ഏർലി സ്റ്റേജിൽ ബിറ്റ്കോയിൻ വാങ്ങിയിട്ടുള്ള മൈക്രോ സ്ട്രാറ്റജിക്കാണ്. കാരണം ഇത്തരത്തിലുള്ള ഇനി എത്രയൊക്കെ കമ്പനികൾ എത്രയൊക്കെ ലാർജ് സ്കെയിലിൽ ബിറ്റ്കോയിൻ വാങ്ങിയാലും മൈക്രോ സ്ട്രാറ്റജിയുടെ അടുത്തെത്താൻ കുറച്ച് ബുദ്ധിമുട്ടും എന്നുള്ളതാണ്. സോ ഇനി എത്രയൊക്കെ കമ്പനികൾ ബിറ്റ്കോയിൻ വാങ്ങുന്നുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് മൈക്രോ സ്ട്രാറ്റജി ആയിരിക്കും, മൈക്രോ സ്ട്രാറ്റജിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. സോ എന്തായാലും മൈക്രോ സ്ട്രാറ്റജി വാങ്ങാനുള്ള ഒരു പെർഫെക്റ്റ് ടൈമാണ് ഇപ്പോൾ എന്നുള്ളതാണ് പറയാനുള്ളത്, വീണ്ടും റിമൈൻഡ് ചെയ്യാനുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി ഇൻഫർമേറ്റീവായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.